അങ്ങനെ നമ്മൾ തുടങ്ങുകയാണ് പെർസെൻറ്റേജ്, അതായത് ശതമാനം, അല്ലേ? ഇതൊരു ബേസിക് ലെവൽ പോർഷനാണ് സത്യം പറഞ്ഞാൽ. കാരണം ഇതിൻ്റെ ചേട്ടനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇതിൻ്റെ അമ്മാവന്മാരാണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും, അല്ലേ? ഇനി ഇതിൻ്റെ വകയിലുള്ള അനിയത്തി ചേട്ടന്മാരാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷന്, അത് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായാലേ ഈ അമ്മാവനെയും അനിയനെയും ചേട്ടനെയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ശതമാനം, പെർസെൻറ്റേജ് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം കേട്ടോ, ഇതിൻ്റെ ബേസും കൺസെപ്റ്റും ഒക്കെ. അപ്പോൾ നമ്മൾ ഏറ്റവും എല്ലാ ക്ലാസ്സിലും പഠിക്കുന്നത് പോലെ ഏറ്റവും ബേസ് തൊട്ട് സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി മുന്നോട്ട് പോകണം, വൃത്തിയായിട്ട് പഠിക്കണം. ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററും പഠിക്കുന്നത് പോലെ നമുക്ക് റിവിഷൻ ചെയ്യണം, നോട്ട് എഴുതണം, പഠിക്കണം. അപ്പോൾ ഒപ്പം കൂടിക്കണം, നന്നായിട്ട് നോട്ട് എഴുതിക്കണം. തുടങ്ങാം. യെസ്, ഓക്കെ. ആദ്യം മക്കളെ ടൈപ്പ് 1 എന്ന് തന്നെ തുടങ്ങാം, അല്ലേ? യെസ്, നമ്മുടെ ടൈപ്പ് 1, ഒന്നാമത്തെ ടൈപ്പ് ചോദ്യം. ഈ ചോദ്യം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് കുറച്ച് റൂൾസ് പഠിക്കാം. യെസ്, അപ്പോൾ നമ്മുടെ റൂൾ നമ്പർ 1 അല്ലെങ്കിൽ നോട്ട് നമ്പർ 1 എഴുതിക്കോ മക്കളെ. എന്താണ് എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അർത്ഥം? എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ 100 എന്നാണ് അർത്ഥം. എന്താണ് എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ? എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 100 എന്ന അർത്ഥം. എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ് ബൈ 100. എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ് ബൈ 100. ഇതാണ് നമ്മുടെ ഫസ്റ്റ് നോട്ട്. പെർസെൻറ്റേജിൻ്റെ ഏറ്റവും ബേസ് ആയത് എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 100 എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ 20% അർത്ഥം എന്താ? 20 ബൈ 100 ആണോ? 20% അർത്ഥം 20 ബൈ 100 എന്നാ. 35% അർത്ഥം എന്താ മക്കളെ? 35% അർത്ഥം 35 ബൈ 100 എന്നാ. ആണോ? അങ്ങനെയാണെങ്കിൽ 70% അർത്ഥം എന്താ മക്കളെ? 70% എന്ന് പറഞ്ഞാൽ 70 ഡിവൈഡഡ് ബൈ 100 എന്നാ. ക്ലിയർ ആണോ? അപ്പോൾ എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 100 എന്നാണ് അർത്ഥം. ഇനി ഇതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറയാൻ പറ്റും. ശതമാനത്തിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കുക എന്ന് പറയാം. എന്താ പറയണ്ടേ? ശതമാനത്തിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കുക. ശതമാനത്തിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കുക, അല്ലേ? നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എക്സ് പെർസെൻറ്റേജിൻ്റെ പെർസെൻറ്റേജ് ചിഹ്നം മാറാൻ ബൈ 100 ചെയ്താൽ പോരെ മക്കളെ? എക്സ് പെർസെൻറ്റേജിൻ്റെ പെർസെൻറ്റേജ് ചിഹ്നം മാറാൻ ബൈ 100 ചെയ്താൽ പോരെ, അല്ലേ? ഇതുണ്ടോ? 20%-ൻ്റെ പെർസെൻറ്റേജ് ചിഹ്നം മാറാൻ ബൈ 100 ചെയ്താൽ പോരെ? 35%-ൻ്റെ പെർസെൻറ്റേജ് ചിഹ്നം മാറാൻ ബൈ 100 ചെയ്താൽ പോരെ? അപ്പം ശതമാനത്തിൽ നിന്ന് മാറ്റാൻ, പെർസെൻറ്റേജിൽ നിന്ന് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ബൈ 100 ചെയ്താൽ മതി. ക്ലിയർ ആണോ? അപ്പോൾ ഇതിനെ നമുക്ക് സെൻറ്റൻസ് ആയിട്ട് ഇങ്ങനെ എഴുതാം, അതും കൂടെ നിങ്ങൾ എഴുതണേ. ശതമാനത്തിൽ നിന്ന് മാറ്റാൻ, പെർസെൻറ്റേജിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കുക. പെർസെൻറ്റേജിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കുക എന്നും കൂടെ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബൈ 100 ആണ്. അതിനെ വേറൊരു രീതിയിൽ എങ്ങനെ പറയാം? ശതമാനത്തിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കണം. ശതമാനത്തിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കണം എന്നും കൂടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചാലോ? സിമ്പിൾ പരിപാടി അല്ലേ? 40% തുല്യമായ ഭിന്നസംഖ്യ. 40% എന്ന് പറഞ്ഞാൽ 40 ബൈ 100 അല്ലേ മക്കളെ? 40% എന്ന് പറഞ്ഞാൽ 40 ബൈ 100 അല്ലേ മക്കളെ? ഇതിനെ വെട്ടിച്ചെറുതാക്കുമ്പം 20 വെച്ച് വെട്ടിക്കളഞ്ഞാൽ 2 തവണ, 20 വെച്ച് വെട്ടിക്കളഞ്ഞാൽ 5 തവണ. നമുക്ക് 2/5 എന്ന് കിട്ടിയില്ലേ? അപ്പം 40% തുല്യമായ ഭിന്നസംഖ്യ ഏതാ? 2 ഡിവൈഡഡ് ബൈ 5 ആണ്. 40% തുല്യമായ ഭിന്നസംഖ്യ ഏതാ? 2 ഡിവൈഡഡ് ബൈ 5 ആണ്. ഇതാണ് 40% തുല്യമായ ഭിന്നസംഖ്യ, 2 ഡിവൈഡഡ് ബൈ 5. കേട്ടോ? 40% തുല്യമായ ഭിന്നസംഖ്യ ഏതാണ്? 2 ഡിവൈഡ് ബൈ 5 ആണ്. അതിൻ്റെ അർത്ഥം ഒരു സംഖ്യയുടെ 40% കാണുന്നതിന് പകരം ആ സംഖ്യേനെ 2/5 കൊണ്ട് ഗുണിച്ചാലും മതി എന്നാണ്. ഓക്കെ, 40% തുല്യമായ ഭിന്നസംഖ്യ 2/5 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സംഖ്യയുടെ 40% കാണുന്നതിന് പകരം ആ സംഖ്യേനെ
2/5 കൊണ്ട് ഗുണിച്ചാലും മതി എന്നതാണ്. പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, അങ്ങനെയെങ്കിൽ മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8% തുല്യമായ ഭിന്നസംഖ്യ. മക്കളെ, 8% എന്ന് പറഞ്ഞാൽ 8/100 അല്ലേ? ആണല്ലോ. ശതമാനത്തിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വെട്ടിക്കളഞ്ഞാൽ 4 വെച്ച് 2 തവണ, 4 വെച്ച് 25 തവണ ആണോ? നമുക്ക് 2/25 എന്ന് വന്നില്ലേ? 2/25 അല്ലേ? 2/25. ശരി, അപ്പോൾ 8% തുല്യമായ ഭിന്നസംഖ്യ ഏതാ? 2/25 ആ. അപ്പോൾ ഒരു സംഖ്യയുടെ 8% കാണുന്നതിന് പകരം ആ സംഖ്യനെ 2/25 കൊണ്ട് ഗുണിച്ചാലും മതി എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ ആണോ? ഓക്കെ, മുന്നോട്ട്. 45% തുല്യമായ ഭിന്നസംഖ്യ. മക്കളെ, 45% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 45/100 എന്നല്ലേ? 45% എന്ന് പറഞ്ഞാൽ 45/100 എന്ന അർത്ഥം. 5 വെച്ച് വെട്ടിക്കളയാ 9 തവണ, താഴെ 100നെ 5 വെച്ച് വെട്ടുമ്പോൾ 20. ആൻസർ 9/20 എന്ന് കിട്ടും. അപ്പോൾ ഒരു സംഖ്യയുടെ 45% കാണുന്നതിന് പകരം ആ സംഖ്യയെ 9/20 കൊണ്ട് ഗുണിച്ചാലും മതി എന്നതാണ് അതിൻ്റെ അർത്ഥം. മുന്നോട്ട് പോവാം. 15% തുല്യമായ ദശാംശ സംഖ്യ. ഓക്കെ മക്കളെ, 15% തുല്യമായ ദശാംശ സംഖ്യയല്ലേ ചോദിച്ചേക്കുന്നത്. 15% എന്ന് പറഞ്ഞാൽ നമുക്കത് 2 രീതിയിൽ എഴുതാൻ പറ്റും. 15% എന്ന് പറഞ്ഞാൽ 15/100 ആണല്ലോ. ഈ 15/100നെ ഭിന്നസംഖ്യയായിട്ട് എഴുതണമെങ്കിൽ വെട്ടിക്കളയാം. 15നെയും 100നെയും 5 വെച്ച് വെട്ടുമ്പോൾ 3/20 എന്ന് കിട്ടും. അപ്പോൾ 15% തുല്യമായ ദശാംശ സംഖ്യ ഭിന്നസംഖ്യ 3/20. 15% എന്ന് പറഞ്ഞാൽ 15/100. 15നെയും 100നെ 5 വെച്ച് വെട്ടിക്കളയാൻ 3/20 എന്ന് കിട്ടും. അപ്പോൾ 15% തുല്യമായ ഭിന്നസംഖ്യ 3/20. ഓക്കെ, ഇനി 15% എനിക്ക് 15/100 എന്ന് എഴുതാമല്ലോ. എഴുതാം. ഇതിനെ ദശാംശ സംഖ്യയായിട്ട് എഴുതാമല്ലോ. 100 കൊണ്ട് ഹരിക്കണമെങ്കിൽ 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം എന്നല്ലേ പഠിച്ചേ? അപ്പം 15 എന്നുള്ളത് 0.15 എന്ന് വരില്ലേ? അപ്പോൾ 15% തുല്യമായ ദശാംശ സംഖ്യ 0.15ഉം 15% തുല്യമായ ഭിന്നസംഖ്യ 3/20യുമാണ്. അപ്പോൾ 15% കാണാൻ അതിനെ 3/20 കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലെങ്കിൽ 15% കാണാൻ അതിനെ 0.15 കൊണ്ട് ഗുണിച്ചാലും മതി. 2 രീതിയിലും പറയാം. അപ്പോൾ 15% തുല്യമായ ദശാംശ സംഖ്യ 0.15, അത് കാണാനാ ചോദ്യം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6% തുല്യമായ ദശാംശ സംഖ്യ. മക്കളെ, 6% എന്ന് പറഞ്ഞാൽ 6/100 അല്ലേ മക്കളെ? ആണ്. ഇതിനെ ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പം 0.06 എന്നല്ലേ വരുന്നേ? സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി അല്ലേ കറക്റ്റ്? മുന്നോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 0.6% തുല്യമായ ഭിന്നസംഖ്യ. 0.6% എന്ന് പറഞ്ഞാൽ 0.6 ഡിവൈഡഡ് ബൈ 100 എന്നല്ലേ? പെർസെൻറ്റേജിനെ മാറ്റാൻ ബൈ 100 ചെയ്താൽ മതിയല്ലോ. ഓക്കെ, ഇനി എനിക്കറിയാം മുകളിൽ പോയിന്റ് ഉണ്ട്, താഴെ പോയിന്റ് ഇല്ല. മുകളിലത്തെ പോയിന്റ് കളയാൻ 10 കൊണ്ട് ഗുണിച്ചാൽ പോരെ? അതേ 10 കൊണ്ട് താഴെയും ഗുണിക്കണ്ടേ? അപ്പം മുകളിൽ 0.6 × 10 6 എന്നും താഴെ 1000 എന്നും വരും. ആണോ? 6 ഡിവൈഡഡ് ബൈ 1000. മുകളിലും താഴെയും 10 കൊണ്ട് ഗുണിച്ചു. നമുക്ക് അങ്ങ് വെട്ടിക്കളയാം. 2 വെച്ച് ഇത് 3 തവണ, 2 വെച്ച് ഇത് 500 തവണ. 3/500 എന്നാ കിട്ടുന്നേ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. മുന്നോട്ട് പഠിക്കാം മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 0.08% തുല്യമായ ഭിന്നസംഖ്യ. 0.08% എന്ന് പറഞ്ഞാൽ 0.08 ഡിവൈഡഡ് ബൈ 100 ആണ്. ശരിയാണോ? 0.08 ഡിവൈഡഡ് ബൈ 100 ആണ്. ഓക്കെ, നമുക്കറിയാം പോയിന്റ് കളയാൻ ഞാൻ മുകളിലും താഴെയും 100 കൊണ്ട് ഗുണിക്കണം. കാരണം 2 പോയിന്റ് ഉണ്ട് മുകളിൽ. ആണോ? അപ്പോൾ മുകളിൽ 0.08 × 100 8 എന്ന് വരും. താഴെ 100 × 100 10,000 എന്ന് വരും അല്ലേ? ശരി, നമുക്ക് 2 വെച്ച് വെട്ടിക്കളയാം, അല്ലെങ്കിൽ 4 വെച്ച് വെട്ടിക്കളയാം. 4 വെച്ച് വെട്ടുമ്പം ഇത് 2 തവണ. ഓക്കെ, 4 വെച്ച് വെട്ടുമ്പം 100ൽ 24 25 തവണ 2500 എന്ന് വരും. 225ഉം 2 2500 എന്ന് വരും.
വീണ്ടും ഒന്നും കൂടെ വെട്ടിക്കളയാം. ശരിയല്ലേ മക്കളെ? സോ 1 ഡിവൈഡഡ് ബൈ 1250 എന്ന് കിട്ടും അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ അല്ലേ? 8/10,000 ആണ്. 8 വെച്ച് നേരെ വെട്ടാം, അല്ലെങ്കിൽ 4 വെച്ച് വെട്ടാം, 2 വെച്ച് വെട്ടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ആദ്യം 4 വെച്ച് വെട്ടി. 8ൽ 4 2 തവണ, 100ൽ 4 25 തവണ, പിന്നെ 2 0 2500 ഒരു ഒന്നും കൂടെ വെട്ടിയപ്പോൾ 2 വെച്ച് 1/1250 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, 2/3% തുല്യമായത് ഏത്? അല്ലേ? 2/3% എത്രയാണെന്ന് കണ്ടുപിടിക്കണം മക്കളെ. ശതമാനത്തിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കണ്ടേ? അപ്പോൾ ഇതിനെ 2/3 ഓൾ ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാമല്ലോ, ശതമാനം മാറാൻ. ഇനി 2/3 ഓൾ ഡിവൈഡ് ബൈ 100 എന്നുള്ളതിനെ 100/1 എഴുതാമല്ലോ. 100നെ by 1 ചെയ്താൽ അത് ഭിന്നസംഖ്യയായിട്ട് മാറിക്കോളും. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 100/1 എന്നുള്ളത് 1/100 എന്ന് മാറ്റാം. ശരിയാണോ മക്കളെ? 100/1 എന്നുള്ളത് 1/100 എന്ന് മാറ്റാം. യെസ്, ഇതും വെട്ടിക്കളയാലോ. 50 തവണ ആണോ? മുകളിൽ 1 വരും, താഴെ 3 × 50 150 എന്ന് വരും. 1 ഡിവൈഡഡ് ബൈ 150 നമ്മുടെ ഉത്തരം. 1 ഡിവൈഡഡ് ബൈ 109 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. 1 ഡിവൈഡഡ് ബൈ 150. 2/3/100 അല്ലേ? 2/3 100/1 വരും, തിരിഞ്ഞു വരും. 2/3 ഇൻറ്റു 1/100 വെട്ടിക്കളയുമ്പോൾ 1/150 എന്ന് വരും. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5/6% തുല്യമായത് അല്ലേ? 5/6% എന്ന് പറഞ്ഞാൽ 5/6 ശതമാനം മാറ്റാൻ /100. ഈ 100നെ 100/1 എഴുതാം ആണോ? അപ്പോൾ 5/6 ഇൻറ്റു 100/1 തിരിഞ്ഞു വരും 1/100 അല്ലേ? നമുക്ക് ഇതും വെട്ടിക്കളയാം. 20 തവണ വരും അല്ലേ? സോ 1/6 × 20 120 എന്ന് കിട്ടും. 1/120 ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ചെയ്തത് പക്കയല്ലേ മക്കളെ? മുന്നോട്ട് പോവാം. 8 1/3% തുല്യമായത് അല്ലേ? ഇതൊരു മിശ്ര ഭിന്നമല്ലേ തന്നേക്കുന്നേ? 8 1/3% എന്ന് പറഞ്ഞ് നമുക്കൊരു മിശ്ര ഭിന്നമാണ് തന്നേക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ഇതിനെ നിങ്ങൾ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം. അതിന് 8 3 കൂടെ ഗുണിക്കുക 24, 1 കൂട്ടുക 25, മുകളിൽ 25 വരും. താഴെ ഹരിച്ചേക്കുന്നത് 3 കൊണ്ടായതുകൊണ്ട് ആ 3 അങ്ങനെ തന്നെ എഴുതണം. അപ്പം 8 1/3 വിഷമഭിന്നത്തിലേക്ക് മാറ്റുമ്പോൾ 25/3 എന്ന് വരും. അത് ശതമാനത്തിൽ തന്നെയാണ്, ശതമാനം മാറ്റിയിട്ടില്ല. ആകെ 8 1/3 ഞാൻ വിഷമഭിന്നമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 25/3 എന്ന് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, 25/3 എന്ന് വന്നിട്ടുണ്ട്. 25/3% മാറി. അപ്പോൾ 8 1/3% എന്ന് പറഞ്ഞാൽ 25/3%. ഇനി ഈ ശതമാന ചിഹ്നം മാറ്റണം. ശരിയാണോ? ശതമാന ചിഹ്നം മാറ്റാൻ നമുക്കറിയാം 100 ചെയ്യണം. അപ്പോൾ 25/3 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും അല്ലേ? 100നെ നമുക്ക് ഭിന്നസംഖ്യയാക്കാൻ /1 എഴുതാം. അപ്പോൾ 25/3 താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കണം എന്നാണ് നിയമം. 100/1 എന്നുള്ളത് 1/100 എന്നായിട്ട് മാറും അല്ലേ? ഇതും കൂടെ വെട്ടിപ്പോയി 4 തവണ. ആൻസർ 1/3 × 4 12, 1/12 എന്ന് കിട്ടും അല്ലേ? 1/12 ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലേ? അപ്പോൾ ഒരു സംഖ്യയുടെ 8 1/3% കാണാൻ ചോദിച്ചാൽ ആ സംഖ്യേനെ 1/12 കൊണ്ട് ഗുണിച്ചാലും മതി. അപ്പോൾ 8 1/3% തുല്യമായ ഭിന്നസംഖ്യാരൂപം 1/12 ആണ് കേട്ടോ. ഇത് കാണാതെ പഠിക്കണം. ഇനി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇത് പഠിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചോണേ, ഒരു സംഖ്യയുടെ 8 1/3% കാണാൻ ആ സംഖ്യേനെ 1/12 കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് പഠിച്ചോണം കേട്ടോ. ഒരു സംഖ്യയുടെ 8 1/3% കാണാൻ ആ സംഖ്യേനെ 1/12 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പം തന്നെ പഠിച്ചേ. അതിനി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒരു കോളത്തിൽ പഠിക്കും. അപ്പോൾ ഒരു സംഖ്യയുടെ 8 1/3% കാണേണ്ട വന്നാൽ അതിനെ 1/12 കൊണ്ട് ഗുണിച്ചാലും മതി. 8 1/3% തുല്യമായ ഭിന്നസംഖ്യ 1/12 ആണ്. ക്ലിയർ ആണോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ വ്യക്തമായോ? ആയി. അടുത്തത് നമുക്ക് ടൈപ്പ് 2 പഠിക്കാം അല്ലേ?
ടൈപ്പ് 1 നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. അടുത്ത് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 1ൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? അതായത് എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ x/100 ആണെന്ന് പറഞ്ഞു അല്ലേ. ശതമാനത്തിൽ നിന്ന് മാറ്റാൻ, പെർസെൻറ്റേജിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം എന്ന കാര്യവും പറഞ്ഞു മനസ്സിലാക്കി. ഓക്കെ, ഇനി അടുത്തത് ചോദ്യം കണ്ടോ മക്കളെ. 4/5 എന്നത് എത്ര ശതമാനമാണ് എന്നതാണ് ചോദ്യം. 4/5 എന്നത് എത്ര ശതമാനമാണ് എന്ന് പറഞ്ഞാൽ 4/5 ശതമാനത്തിലേക്കാക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ തൊട്ട് മുൻപ് പഠിച്ചു ശതമാനത്തിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞു. അപ്പം ശതമാനത്തിലേക്കാക്കാൻ എന്താ ചെയ്യണ്ടേ? 100 കൊണ്ട് ഗുണിക്കണം. കണ്ടോ, ശതമാനത്തിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ശതമാനത്തിലേക്കാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. ശതമാനത്തിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ശതമാനത്തിലേക്കാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. അപ്പം 4/5 എന്നത് എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ മക്കളെ 4/5 × 100 ചെയ്താൽ മതി. അപ്പോൾ എത്ര ശതമാനമാണെന്ന് കിട്ടും. യെസ്, ഇതും വെട്ടിപ്പോയി 20. 2 × 4 × 20 80% എന്ന് കിട്ടും. കണ്ടോ, സോ ആൻസർ ഓപ്ഷൻ സി ആണ് 80%. അപ്പം 4/5 എന്നത് എത്ര ശതമാനമാണെന്നറിയാൻ 4/5 × 100 ചെയ്താൽ മതി. അപ്പം ശതമാനത്തിലേക്കാക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. എഴുതി വെച്ച് സൈഡിൽ നോട്ടായിട്ട് ശതമാനത്തിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കുക ചെയ്തേ ശതമാനത്തിലേക്കാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. റെഡിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7/20 എങ്ങനെ ശതമാനത്തിൽ എഴുതാം? അപ്പോൾ 7/20 ശതമാനത്തിലേക്കാക്കാൻ 7/20 × 100 ചെയ്യണം. മക്കളെ ഇതും വെട്ടിപ്പോയി. 5 7 5 35 35% എന്ന് കിട്ടും. ആണോ? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 35%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. 5/2 എങ്ങനെ ശതമാനത്തിൽ എഴുതാം? 5/2 × 100 ശരിയാണോ? 5/2 × 100 എന്ന് പറയുമ്പം ശതമാനത്തിലേക്കാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം എന്നല്ലേ മക്കളെ. 2ഉം 100ഉം കൂടെ വെട്ടിക്കളഞ്ഞു. 50 തവണ 250% എന്ന് കിട്ടും. അപ്പോൾ 5/2 എങ്ങനെ ശതമാനത്തിൽ എഴുതാം എന്ന് ചോദിച്ചാൽ 250% കേട്ടോ. നെക്സ്റ്റ് വൺ. 0.2 തുല്യമായ ശതമാന രൂപം. അപ്പോൾ 0.2 ശതമാനത്തിലേക്കാക്കാനല്ലേ മക്കളെ. ശതമാനത്തിലേക്കാക്കാൻ അതിനെ 100 കൊണ്ട് ഗുണിക്കണം എന്നല്ലേ പഠിച്ചേ. 100 കൊണ്ട് ഗുണിക്കണമെങ്കിൽ 2 പോയിന്റ് വലത്തോട്ട് മാറ്റണം. അപ്പോൾ 0.2 എന്നുള്ളത് 20 എന്നായിട്ട് മാറും. 20% എന്ന് കിട്ടും ഉത്തരം. ഓക്കെ ആണല്ലോ? ശരി. നെക്സ്റ്റ് 0.0125 ഇതിന് തുല്യമായ ശതമാന രൂപം. 0.0125 തുല്യമായ ശതമാന രൂപം. ഇതിനെ ശതമാനത്തിലേക്കാക്കാൻ 100 കൊണ്ട് ഗുണിക്കുകയല്ലേ ചെയ്യണ്ടേ? ഓക്കെ, 100 കൊണ്ട് ഗുണിക്കണമെങ്കിൽ 2 പോയിന്റ് വലത്തോട്ട് മാറ്റണം. 2 പോയിന്റ് വലത്തോട്ട് മാറ്റുമ്പോൾ 1.25% എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, 1.25%. ഓക്കെ അല്ലേ മക്കളെ? ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തത് 2/5 തുല്യമായ ശതമാന രൂപം. ആദ്യം ഇതിനെ വിഷമഭിന്നത്തിലേക്ക് മാറ്റാം. 5 × 2 10, 10 + 2 12/5. ഇത് 12/5 ആണ് വിഷമഭിന്നത്തിലേക്ക് മാറ്റുമ്പോൾ. ഇനി നമുക്ക് ഇതിനെ ശതമാനത്തിലേക്കാക്കാൻ 100 കൊണ്ട് ഗുണിക്കാം. 12/5 × 100 ആണോ? ഈ 5ഉം 100ഉം കൂടെ വെട്ടിക്കളയാം. 20 2 × 20 20 × 12 240% എന്ന് കിട്ടും. 240%. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 240%. ഓക്കെ ആണോ ചെയ്തത്? സംശയമൊന്നുമില്ല, പക്കയാണ് അല്ലേ? ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് ടൈപ്പ് 3യിലേക്ക് കടക്കാം. ടൈപ്പ് 3 നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് ചോദ്യം. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണം പറയുന്നത് പഠിപ്പിക്കുന്നത്. ഓക്കെ,
മക്കളെ 100ന്റെ 25% എത്രയാ? 100ന്റെ 25% കാണാൻ 100 ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഓഫ് എന്നാണ്, ഗുണിക്കുക എന്നാട്ടോ. 100 ഇൻറ്റു 25/100 ഇതാണ് 100ന്റെ 25% അല്ലേ? ഈ 100ഉം 100ഉം വെട്ടിപ്പോവും, നമുക്ക് ഉത്തരം 25 എന്നല്ലേ കിട്ടുന്നേ. അപ്പം 100ന്റെ 25% 25ആണ്. അപ്പം 100ന്റെ 40% എത്രയാ? 40ആണ്. 100ന്റെ 60% എത്രയാ? 60ആണ്. 100ന്റെ 75% എത്രയാ? 75ആണ്. അങ്ങനെയെങ്കിൽ 100ന്റെ x% എന്ന് പറഞ്ഞാൽ എത്രയാ? 100ന്റെ x% എന്ന് പറഞ്ഞാൽ x ആണ്. ഇതാണ് നമ്മുടെ അടുത്ത നോട്ട്. 100ന്റെ x% എന്ന് പറയുന്നത് x ആണ്. 100ന്റെ x% എന്നത് x ആണ്. അപ്പം 100ന്റെ എത്ര ശതമാനം കാണാൻ ചോദിച്ചാലും അത് തന്നെയായിരിക്കും ഉത്തരം. അങ്ങനെ പഠിച്ചു വെക്കുക. 100ന്റെ എത്ര ശതമാനം കാണാൻ ചോദിച്ചാലും അത് തന്നെയാണ് ഉത്തരം. 100ന്റെ x% x അല്ലേ? 100ന്റെ 10% 10, 100ന്റെ 30% 30, 100ന്റെ 40% 40. അപ്പോൾ ഒന്ന് നോട്ടായിട്ട് എഴുതി വെക്കണം. 100ന്റെ x%. 100ന്റെ എത്ര ശതമാനം ചോദിച്ചാലും അത് തന്നെയായിരിക്കും ഉത്തരം. അതൊന്ന് സെൻറ്റൻസ് ആയിട്ട് കൂടി എഴുതി വെക്കുക കേട്ടോ. 100ന്റെ x% x ആണ്. 100ന്റെ എത്ര ശതമാനം കാണാൻ ചോദിച്ചാലും അത് തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? 100ന്റെ 90% 90, 100ന്റെ 125% 125, 100ന്റെ 150% 150. അപ്പം 100ന്റെ x% എപ്പോഴും x ആണ്. 100ന്റെ എത്ര ശതമാനം കാണാൻ ചോദിച്ചാലും അത് തന്നെയായിരിക്കും ഉത്തരം. ആ ഒരു റൂള് നമുക്കിനി ആവശ്യമുണ്ട്. അടുത്തത് ഇതിൻ്റെ ആൻസർ പറഞ്ഞേ. 30ന്റെ 100%. 30ന്റെ 100% കാണാൻ 30 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. ശരിയല്ലേ? 100% എന്ന് പറഞ്ഞാൽ 100/100 ആണല്ലോ. ഈക്വൽ ടു നമുക്ക് 30 എന്നല്ലേ കിട്ടുന്നേ. അപ്പം 30 എന്ന സംഖ്യയുടെ 100% 30. 45ന്റെ 100% 45ആണ്. 70ന്റെ 100% 70ആണ്. 180ന്റെ 100% 180ആണ്. 240ന്റെ 100% 240ആണ്. 300ന്റെ 100% 300ആണ്. 350ന്റെ 200%. ഓക്കെ, അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാൻ മേലേ മക്കളെ, എക്സിൻ്റെ 100%. എക്സിൻ്റെ 100% എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൻ്റെ 100% എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സിൻ്റെ 100% എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സിൻ്റെ 100% എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പം എക്സിൻ്റെ 100%, ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ സംഖ്യ തന്നെയായിരിക്കും. അങ്ങനെ ഒന്ന് സെൻറ്റൻസ് ആയിട്ട് എഴുതി വെച്ച്, ഒരു സംഖ്യയുടെ 100% എപ്പോഴും ആ സംഖ്യയായിരിക്കും. ഏതൊരു സംഖ്യയുടെയും 100% എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയായിരിക്കും. കണ്ടോ? അപ്പോൾ എക്സിൻ്റെ 100% എപ്പോഴും എക്സ് ആയിരിക്കും. അത് സെൻറ്റൻസ് ആയിട്ട് എഴുതണേ. ഏതൊരു സംഖ്യയുടെയും 100% എപ്പോഴും ആ സംഖ്യ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതൊരു സംഖ്യയുടെ 200% എന്ന് പറഞ്ഞാൽ എന്താ? സംഖ്യയുടെ ഇരട്ടിയല്ലേ? അപ്പോൾ 350ന്റെ 200% സംഖ്യയുടെ ഇരട്ടി 700 ആണ്. 400ന്റെ 300%. അപ്പോൾ 100% സംഖ്യ തന്നെയാണെങ്കിൽ 300% 3 ഇരട്ടിയാണ്. എത്ര കിട്ടും? 1200. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഒരു സംഖ്യയുടെ 100%, ഏതൊരു സംഖ്യയുടെയും 100% എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ്. 200% എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ ഇരട്ടിയാണ്. 300% എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ 3 ഇരട്ടിയാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ശരി, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഓക്കെ അല്ലേ? തൊട്ട് മുമ്പ് പഠിച്ച് ഇത് രണ്ടും തിരിഞ്ഞു പോകരുതേ. 100ന്റെ എത്ര ശതമാനം കാണാൻ ചോദിച്ചാൽ അത് തന്നെയായിരിക്കും. 100ന്റെ x% എപ്പോഴും എക്സ് ആയിരിക്കും. ഇനി ഇപ്പം പഠിച്ചത് എക്സിൻ്റെ 100% എപ്പോഴും എക്സ് ആയിരിക്കും. അതായത് ഒരു സംഖ്യയുടെ 100% എന്നത് ആ സംഖ്യയായിരിക്കും. ഒരു സംഖ്യയുടെ 200% എന്നത് ആ സംഖ്യയുടെ ഇരട്ടിയായിരിക്കും. ഒരു സംഖ്യയുടെ 300% എന്നത് ആ സംഖ്യയുടെ 3 ഇരട്ടിയായിരിക്കും. റെഡിയാണല്ലോ? ആണ്. ഈ രണ്ട് കൺസെപ്റ്റ് സെറ്റാണെങ്കിൽ അടുത്ത ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാം. ആദ്യം ചോദ്യം, എയുടെ മക്കളെ, എയുടെ B% ഈസ് ഈക്വൽ ടു 48 ആയാൽ ബിയുടെ
എ ശതമാനം എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. എയുടെ ബി ശതമാനം 48 ആയാൽ ബിയുടെ എ ശതമാനം എത്ര? ആദ്യം നമുക്ക് എയുടെ ബി ശതമാനം ഒന്ന് കണ്ടുപിടിക്കാം. എയുടെ ബി ശതമാനം എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ബൈ 100 ആണ്. ഇതാണ് എയുടെ ബി ശതമാനം. കണ്ടോ? എയുടെ ബി ശതമാനം എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ബൈ 100 അല്ലേ? എയുടെ എന്ന് പറഞ്ഞാൽ ഗുണിക്കുക എന്നാ. ബി ശതമാനം എന്ന് പറഞ്ഞാൽ ബി ബൈ 100. ബിയുടെ എ ശതമാനം എന്താ മക്കളെ? ബി ഇൻറ്റു എ ബൈ 100. ബിയുടെ എ ശതമാനം ബി ഇൻറ്റു എ ബൈ 100 ആണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, എയുടെ ബി ശതമാനം എ ഇൻറ്റു ബി ബൈ 100, ബിയുടെ എ ശതമാനം ബി ഇൻറ്റു എ ബൈ 100. ശരിയല്ലേ? ഇത് രണ്ടും ഒന്നല്ലേ മക്കളെ? എ ഇൻറ്റു ബി ബൈ 100 എന്ന് പറയുന്നതും ബി ഇൻറ്റു എ ബൈ 100 എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ എയുടെ ബി ശതമാനം 48 ആണ്, ബിയുടെ എ ശതമാനം എത്ര തന്നെയാണ്? 48 തന്നെയാണ്. കണ്ടോ? അപ്പോൾ ചോദ്യത്തിന് ഉത്തരം 48 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എയുടെ ബി ശതമാനം തന്നെയാണ് എന്ത്? ബിയുടെ എ ശതമാനം. എയുടെ ബി ശതമാനം തന്നെയാണ് എന്ത്? ബിയുടെ എ ശതമാനം. എയുടെ ബി ശതമാനം തന്നെയാണ് ബിയുടെ എ ശതമാനം. കേട്ടോ? അപ്പോൾ നമുക്കൊരു നോട്ടായിട്ട് എഴുതാം. എക്സിൻ്റെ അല്ലേ, എക്സിൻ്റെ വൈ ശതമാനം തന്നെയാണ് വൈയുടെ എക്സ് ശതമാനം. വൈയുടെ എക്സ് ശതമാനം അല്ലേ മക്കളെ? എക്സിൻ്റെ വൈ ശതമാനം തന്നെയാണ് വൈയുടെ എക്സ് ശതമാനം. ഉദാഹരണം 30ൻ്റെ 20% തന്നെയാണ് 20ൻ്റെ 30%. 20ൻ്റെ 30%. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലാ. 30ൻ്റെ 20% 6, 20ൻ്റെ 30% 6, രണ്ടും ഈക്വലാ. കണ്ടോ? ഇതാണ് നമ്മുടെ അടുത്ത നോട്ട്. എക്സിൻ്റെ വൈ ശതമാനം തന്നെയാണ് വൈയുടെ എക്സ് ശതമാനം. ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ എയുടെ ബി ശതമാനം തന്നെയാണ് ബിയുടെ എ ശതമാനം, അല്ലെങ്കിൽ എക്സിൻ്റെ വൈ ശതമാനം തന്നെയാണ് വൈയുടെ എക്സ് ശതമാനം. 60ൻ്റെ 20% 20ൻ്റെ 60%. കണ്ടോ? 40ൻ്റെ 15% 15ൻ്റെ 40%. 30ൻ്റെ 40% 40ൻ്റെ 30%. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത റൂളായിട്ട് ഇത് എഴുതി വെക്കുക. എക്സിൻ്റെ വൈ ശതമാനം ഈക്വൽ ടു വൈയുടെ എക്സ് ശതമാനമാണ്. ചെയ്തത് ഓക്കെ ആണോ മക്കളെ? ഓക്കെ. അപ്പോൾ ഇത് ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് കേട്ടോ. എക്സിൻ്റെ വൈ ശതമാനം വൈയുടെ എക്സ് ശതമാനം ഒക്കെ കാണാൻ. ഓക്കെ. അടുത്തൊരു ചോദ്യം. 5ൻ്റെ 100%, 5ൻ്റെ 100% പ്ലസ് 100ൻ്റെ 5% എത്ര? ഇതല്ലേ ചോദ്യം. ഓക്കെ, നമുക്ക് ചെയ്യാം സിമ്പിളായിട്ട്. 5ൻ്റെ 100%, ഒരു സംഖ്യയുടെ 100% എപ്പോഴും ആ സംഖ്യയല്ലേ. അപ്പം 5ൻ്റെ 100% 5. ഇനി 100ൻ്റെ 5% 5 തന്നെയല്ലേ. 5ൻ്റെ 100% 100ൻ്റെ 5% ഒന്ന് തന്നെയല്ലേ. അപ്പം 5ൻ്റെ 100% 5 ആണെങ്കിൽ 100ൻ്റെ 5% 5 തന്നെ. അപ്പം 5 + 5 ആൻസർ 10 കിട്ടും. അല്ലെങ്കിൽ 100ൻ്റെ 5% 5. 100ൻ്റെ എത്ര ശതമാനം കാണാൻ ചോദിച്ചാലും അത് തന്നെയാണ് ഉത്തരം എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം 5ൻ്റെ 100% 5 ആണ്, 100ൻ്റെ 5% 5 ആണ്. ആൻസർ 5 + 5 10 കിട്ടും. അടുത്ത ചോദ്യം. 59ൻ്റെ അല്ലേ 39% പ്ലസ് 39ൻ്റെ 41% കാണണം. ചോദ്യം വ്യക്തമല്ലേ? ചോദ്യം വ്യക്തമാണ്. എന്നാ ശ്രദ്ധിച്ചു മക്കളെ. ഇത് നമുക്ക് ചെറിയൊരു ഉടായ്പ് കളിച്ച് വേഗത്തിൽ ചെയ്യാം. 59ൻ്റെ 39% കാണാൻ തിരിച്ചെഴുതാം. 39ൻ്റെ 59% എഴുതാം. ശരിയാണോ ഞാൻ ചെയ്തത്? ക്ലിയർ ആണോ? 59ൻ്റെ 39%-നെ തിരിച്ച് 39ൻ്റെ 59% എന്ന് പറയാൻ തെറ്റില്ലല്ലോ. എയുടെ ബി ശതമാനം തന്നെയാണ് ബിയുടെ എ ശതമാനം, എക്സിൻ്റെ വൈ ശതമാനം തന്നെയാണ് വൈയുടെ എക്സ് ശതമാനം എന്ന് പഠിച്ചിട്ടില്ലേ. അപ്പോൾ 59ൻ്റെ 39% തന്നെയാണ് 39ൻ്റെ 59%. ഓക്കെ. പ്ലസ് അടുത്തത് 39ൻ്റെ 41% ആണോ? ഇനി ഇത് രണ്ടും ഒരുമിച്ചാക്കി എഴുതാം മേലെ മക്കളെ. 39ൻ്റെ 59%-വും 39ൻ്റെ 41%-വും കൂട്ടിയാൽ 39ൻ്റെ 100% അല്ലേ മക്കളെ? 39ൻ്റെ 100%. കണ്ടോ?
59%വും 41%വും കൂടെ കൂട്ടിയാൽ 39ൻ്റെ 100% കിട്ടും. 39ൻ്റെ 100% എന്ന് പറഞ്ഞാൽ ഉത്തരം 39 തന്നെയല്ലേ മക്കളെ? കണ്ടോ? അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കുറച്ചുകൂടി എളുപ്പത്തിൽ ആലോചിച്ച് ചെയ്യാം. 59ൻ്റെ 39% കാണാൻ ചോദിച്ചാൽ പകരം 39ൻ്റെ 59% കണ്ടാൽ മതി. 39ൻ്റെ 59%വും 39ൻ്റെ തന്നെ 41% കൂട്ടിയാൽ 39ൻ്റെ 100% കിട്ടും. 39ൻ്റെ 100% എന്ന് പറഞ്ഞാൽ 39 എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആണോ? അങ്ങനെയെങ്കിലേ ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ, ഇത് നോർമലി ചെയ്യുന്നത് എങ്ങനെയാണ്? 59ൻ്റെ 39% കാണാൻ 59 × 39/100 ചെയ്യണം. പ്ലസ് 39ൻ്റെ 41% കാണാൻ 39 × 41/100 ചെയ്യണം. നോർമലി ചെയ്യുന്ന സ്റ്റെപ്പാണ് പറയുന്നത്. രണ്ടിടത്തും കോമൺ 39/100 ആണ്. അത് പുറത്തെടുക്കാം. ആണോ? അപ്പോൾ ഇവിടെ ബാക്കി ഒരു 59 കിടപ്പുണ്ട്. ശരിയല്ലേ? പ്ലസ് ഇവിടെ ബാക്കി ഏത് കിടപ്പുണ്ട് മക്കളെ? ഒരു 39 കിടപ്പുണ്ട്. 39 കണ്ടോ? കൂട്ടിയെടുക്കാമല്ലോ. 39/100 എസ് ഇൻറ്റു ഇത് കൂട്ടുമ്പോൾ 100 കിട്ടും. 100 വെട്ടിപ്പോകും. ആൻസർ 39 എന്ന് കിട്ടും. 39. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ആൻസർ 39 എന്നാണ് വരുന്നത്. ചെയ്ത രീതി ക്ലിയർ ആണോ, പക്കയാണോ എന്ന് പറ. യെസ്. അപ്പം നമുക്ക് തൽക്കാലത്തേന് പെർസെൻറ്റേജിൻ്റെ ഇത്രയും കൺസെപ്റ്റ് ഇന്ന് പഠിച്ചാൽ മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാം കൂടെ ഒറ്റ ക്ലാസ്സിൽ ഒരുമിച്ച് വന്നാൽ ബുദ്ധിമുട്ടാകും. അപ്പം നമ്മൾ പഠിച്ച കൺസെപ്റ്റുകളൊന്നും മറക്കണ്ട അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞത് എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ x/100 ആണെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ ശതമാനത്തിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇനി ശതമാനത്തിലേക്കാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം എന്ന് അത് കഴിഞ്ഞ് പറഞ്ഞു. ആണോ? പിന്നെ പറഞ്ഞു 100ൻ്റെ x% എപ്പോഴും x ആയിരിക്കും. 100ൻ്റെ എത്ര ശതമാനം കാണാൻ ചോദിച്ചാൽ അത് തന്നെയായിരിക്കും. പിന്നെ പറഞ്ഞു എക്സിൻ്റെ 100% എപ്പോഴും x ആയിരിക്കും. ഏതൊരു സംഖ്യയുടെയും 100% എന്നത് ആ സംഖ്യ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് എയുടെ B% ബിയുടെ A% തുല്യമായിരിക്കും, അല്ലെങ്കിൽ എക്സിൻ്റെ Y% വൈയുടെ X% തുല്യമായിരിക്കും എന്ന നിയമം പഠിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ ആയോ മക്കളെ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ടാറ്റാ.